ഗൈസ്, നമ്മുടെ കൊയിലാണ്ടിയിൽ കലോത്സവം ആരംഭിച്ചിരുന്ന രചനാ മത്സരങ്ങളാണ്. നമ്മുടെ കാശ്മീരിൽ നിന്നുള്ള സുഹൈൽ ഏത് മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്? ഉറുദു എസ് എ. സുഹൈൽ ഉറുദു എസ്സയിൽ പങ്കെടുക്കുകയാണ്. ഹാപ്പി അല്ലേ? അങ്ങനെ നമ്മുടെ കൊയിലാണ്ടി കലോത്സവം എല്ലാവരും വളരെ ആക്റ്റീവാണ്. എത്ര മാസം എവിടെ പോയി? എത്ര മാസം ഉണ്ടല്ലോ? ഓക്കെ സാറല്ലേ? ഓക്കെ മാഷ ആക്റ്റീവ് അല്ലേ? ഇന്നിപ്പോ രചനാ മത്സരങ്ങൾ നാളെ മുതലാണ്. ഇപ്പൊ ഒന്ന് മത്സരങ്ങൾ എല്ലാരും ഉണ്ട് എല്ലാരും എടുത്തു കഴിഞ്ഞു. ഓക്കെ മോശമാക്കാന്നല്ല, നല്ല മാർക്കല്ലേ, പോസിറ്റീവായി. കലോത്സവം 1-ാം ദിനം. മാഷേ ആക്റ്റീവ് അല്ലേ? എന്താ സ്ഥിതി? ഭക്ഷണം വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. നല്ല ഭക്ഷണം മാത്രമല്ല, പ്രോഗ്രാമൊക്കെ കൃത്യസമയത്ത് തുടങ്ങി നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളാണ്. ഓക്കെ 1-ാം ദിവസം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് യാതൊരു അസൗകര്യവും ഇല്ലാത്ത രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇതിന്റെ സംഘാടകർക്ക് സാധ്യമാണ്. ഓക്കെ ഇവിടെ എത്തിയിട്ടുള്ള PTA പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ PTA മെമ്പർമാർ, ഈ സ്കൂളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, വിവിധ സെക്ഷനിലെ NSS വോളണ്ടിയേഴ്സ്, NCC വോളണ്ടിയേഴ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയേഴ്സ്, ലിറ്റിൽ കൈറ്റ്സ്, JRC അടക്കമുള്ള മുഴുവൻ വോളണ്ടിയേഴ്സിനെയും ഈ യോഗത്തിൽ അപ്പൊ നമ്മുടെ മേളകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കാണാൻ. ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് നിരന്തരം പോലീസ് ലഹരി വേട്ട നടത്തുകയും ധാരാളം കുട്ടികളെ അതിന്റെ ഭാഗമായി പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലഹരി മാഫിയ സംഘങ്ങളുടെ ഒരു വിഹാര സ്ഥലമായി ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ മാറും. കച്ചവടങ്ങളും കൈമാറ്റവും ഒക്കെ നടക്കും. അതിന് പുറത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് മത്സര പ്രത്യേകത ഉണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും അവരുടേതായ ആശയങ്ങളോ ആദർശങ്ങളോ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ കൂടി പോലീസ് സംവിധാനവും ഇവിടുത്തെ പൊതു രാഷ്ട്രീയ പ്രവർത്തകരും യുവജന വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ അതിനേറ്റവും പ്രാപ്തമായ നേതൃത്വം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാണ്. എൻ്റെ അനുഭവമാണ്. ഞാൻ ഉൾപ്പെടെ യുവജന സംഘടനയുടെ അസംബ്ലി തലത്തിൽ നേതൃത്വം നൽകി വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കൈകാര്യത്തിലുള്ള നമ്മുടെ കീഴിലുള്ള ആളുകൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സിസ്റ്റം, ക്രമസമാധാനം വളരെ വൃത്തിയായി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അതിലേക്കുള്ള ചർച്ചകൾ വേണം. 25ഓളം സ്റ്റേജുകളുണ്ട്. പുൽക്കാവ് സ്കൂൾ വരെ നീളുന്ന സ്റ്റേജുകളുണ്ട്. പട്രോളിംഗ് ശക്തമാക്കണം. പോലീസിന്റെ സ്ട്രെങ്ത് നമുക്കറിയാം. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് വലിയ വൈപുല്യമുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ ആണ്. അതിനകത്തുള്ള ഫോഴ്സിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മളും ചിലപ്പോഴൊക്കെ പോലീസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും ലീഡേഴ്സാണ്, ലീഡർമാരാണ്. ഇതോടുകൂടി ഈ പതാക ഉയർത്തൽ ചടങ്ങ് ഇവിടെ അവസാനത്തിലെ അറിയിക്കുന്നു. കൃത്യം 10 മണിക്ക് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വേദി 1-ൽ ആരംഭിക്കുന്നു. എന്താണ്? ഗംഭീരല്ലേ? സാറേ എന്തൊക്കെയാണ്? സാർ വരൂ. സാറേ ഗംഭീരല്ലേ? എങ്ങനെയാണ് ഉദ്ഘാടനം? 64ാമത് റവന്യൂ സ്കൂൾ കലാമേള കൊയിലാണ്ടിയിലെ വിവിധ വേദികളിലായി ആരംഭിക്കുകയാണ്. ഇന്നലെ
രചനാ മത്സരങ്ങളായിരുന്നു. ഇന്നു മുതൽ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഏതാണ്ട് 12,000-ഓളം കുട്ടികൾ വിവിധ മത്സരങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട്. മത്സരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും പ്രേക്ഷകർക്കും വിവിധ സൗകര്യങ്ങളാണ് ഓരോ സബ് കമ്മിറ്റികളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാത്രി 10 മണിക്ക് ശേഷം പരിപാടികൾ നടത്തരുതെന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ നമ്മുടെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഓക്കെ ഹക്കീമാഷ്. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ആഘോഷത്തിന് ഇവിടെ തുടക്കമാകുകയാണ്. നമുക്കറിയാം, സ്കൂൾ കലോത്സവം എന്നത് ലോകം ശ്രദ്ധിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ സ്കൂൾ കലോത്സവം, കോഴിക്കോട് ജില്ല പലപ്പോഴും സ്കൂൾ കലോത്സവം സംസ്ഥാന തലത്തിൽ തന്നെ ഓവറോൾ ചാമ്പ്യൻ അതിഗംഭീരമായി നമുക്ക് നടത്തേണ്ടതുണ്ട്. സംസ്ഥാന കമ്മിറ്റിയോട് ഇങ്ങോട്ട് തന്നെ വരുന്ന പ്രതിഭകളുടെ മാറ്റം നടക്കാൻ പോകാൻ എല്ലാ അഭിപ്രായങ്ങളും ദേശീയത്തിന് ഏറ്റവും വലിയ ഒരു കലാമേളയാണ് നമ്മുടെ വിദ്യാഭ്യാസ കലാമേള. നമ്മുടെ ഇന്നലെ തന്നെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. നേരത്തെ DD സാർ സൂചിപ്പിച്ച കണക്കിന് നമുക്ക് വളരെ 10 മണിക്കുള്ളിൽ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ എല്ലാ ദിവസവും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളുടെയും സഹായ സംഘടനകൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കമ്മിറ്റികളും വളരെ നല്ല ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ. ഷാഫി മാഷ്, എന്താണ് ഈ മേള ഉദ്ഘാടനം, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മളെ 64ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദി സജ്ജമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങ് ബഹുമാനപ്പെട്ട DD നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മളെ ഉദ്ഘാടന സമ്മേളനത്തിന് പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാവിധ സംഘടനകളുടെയും എല്ലാവിധ സബ് കമ്മിറ്റികളുടെയും ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണത്തോടു കൂടിയാണ് ഈ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ബാൻഡ് മേളങ്ങളൊക്കെ നമ്മുടെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഓക്കെ. യെസ്. ഹക്കീമാഷ് ക്ഷണിക്കുന്നു. ഏറ്റവും മനോഹരമായ ഒരു സ്വാഗതഗാനമാണ് നാം. അതേപോലെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള മുരളി സാഹിബ്, ഞങ്ങളുടെ കൊച്ചനിയൻ മാസ്റ്റർ ആദികേശ് പി ആണ്. നമ്മുടെ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിലെ ഉജ്ജ്വൽ പുരസ്കാര ജേതാവാണ് ആ
പിന്തു ബാലൻ. അദ്ദേഹത്തെ തന്നെ നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് വളരെ ഭാഗ്യം തന്നെ. അതിനുശേഷം ആ 15 ഉപജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 312ഓളം ഇനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് നമ്മുടെ ജില്ലാതലത്തിന് മത്സരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 13,000-ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ ഈ മത്സരങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. എന്താ പറയുക, നമുക്ക് ഊർജ്ജസ്വലമായിട്ടില്ല, അതുപോലെ തന്നെ വളരെ മത്സരാധിഷ്ഠിതമായ എന്ന അഭിപ്രായം ആദ്യം ഉണ്ടാവുകയും എങ്കിൽ പിന്നെ അത് ഈ വർഷത്തെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം കൂടി നേടിയ പൊതുവിദ്യാഭ്യാസത്തിന്റെ അഭിമാനമായ ആദികേശനെയാവണമെന്ന് സംഘാടക സമിതി ഒന്നടങ്കം തീരുമാനിക്കാണ്ടായത്. ആദികേശനെ അഭിമാനത്തോടുകൂടി ഞങ്ങളുടെ SSKയുടെ കൂടി പേര് പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തുകയും സാധനം ചെയ്യുകയും ആദികേശ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആദികേശിനുള്ള എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ്. ഒരുപാട് കൊണ്ടുപോയ സ്ഥലങ്ങളിൽ പോകുന്നതാണ്. വക്കീലിനോട് പറയുകയും ഇതിലുള്ള പദ്ധതി എനിക്ക് സാറിന് ഇത്തരം മേളകളെല്ലാം സ്വന്തം ഉത്സവമാക്കി മാറ്റുന്ന ഒരു നാടാണ് കൊയിലാണ്ടി. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇതിനയിച്ചുകൊണ്ട് ഇതിനു മേലെ നമുക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങളെ ഒക്കെ ബോധത്തിലുള്ള ഒരു ഉദാഹരണ സമ്മേളനമാണ് എന്നുള്ളതാണ്. ചില നിയോഗങ്ങൾ അങ്ങനെയാണ്. ചില പ്രോട്ടോകോൾ കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം വന്നത് ഒരു താരത്തിന് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു ചെയ്യുകയാണ്. ഇത് തന്നെയാണ് കലോത്സവ വേദിയിലെ പ്രധാന കാര്യം. കാലാതീതമായ
ഈ കലകൾ. ആ കലകളെ ഈ കാലത്തിന്റെ അമരക്കര എന്നുകൊണ്ട് ഈ കാലത്തിന്റെ ഈ കലയെ പ്രചരിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കുരുന്നുകളുടെ യുവ തലമുറയുടെ ആവേശോജ്വലമായ കലാപ്രകടനങ്ങളും മറ്റു മത്സരങ്ങളുടെ മത്സരങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. ഈ വേദിയിൽ നിന്ന് നമുക്കറിയാം വലിയ കലാകാരന്മാർ ഉയർന്നു വരുന്ന വേദിയാണ്. ജില്ലാ കലോത്സവത്തിൽ ഞങ്ങളുടെ റോള് പ്രധാനപ്പെട്ട റോളോട് കൈകാര്യം ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ്. മാക്സിമം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സംവിധാനം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആപ്പിൽ അത് കിട്ടും, മൊബൈൽ ഫോണിൽ ഷെയർ ചെയ്യാം. അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വേദികളിലും നമുക്ക് എത്താൻ പറ്റും. നമുക്ക് ഏറ്റവും പ്രധാനം പല ഭാഷകൾ ഉള്ള മത്സരങ്ങൾ നടക്കുന്നത്. 8 ഭാഷയിലാണ് മത്സരം നടക്കുന്നത്. 300 ജില്ലാ വേദികളുണ്ട്. 3000-ഓളം പാർട്ടിസിപ്പൻസിൽ പങ്കെടുക്കുന്നു. ജില്ലാ തലത്തിലുള്ള മത്സരങ്ങൾ, സംസ്ഥാന തലത്തിലുള്ള കിരീടം കോഴിക്കോട് കൊണ്ടുവരണമെങ്കിൽ ഇത് നല്ല രീതിയിൽ നമ്മൾ നടത്തി പറ്റും. എല്ലാവർക്കും ഈ കാലത്ത് ഗ്രേഡ് ആശംസകൾ, ഗ്രേഡുകളൊക്കെ കിട്ടട്ടെ എന്ന ആശംസകളുണ്ട്. ഗ്രേഡ് കിട്ടിയിരുന്ന വിഷമം ചിരിക്കാറ്. കാരണം കഴിഞ്ഞൊക്കെ മത്സരങ്ങളിലൊക്കെ ആൾക്കാർ കൈകളും അടികൂടുന്നതും ഒക്കെ കാണുന്നതാണ്. നല്ല മത്സരം നടത്തി, കലാമൂല്യമുള്ള മത്സരം നടത്തി, കലാമൂല്യം പ്രകടനം നടത്തി എല്ലാവർക്കും ഏകയോട് കൂടിയുള്ള മികച്ച വിജയം ഉണ്ടാകട്ടെ, നല്ല കല ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവസരം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ മാസ്റ്റർ ആദികേശ് പി ആണ്. ആദികേശിന് ഗൈസ്, നമ്മുടെ ഫുഡ് കമ്മിറ്റി വളരെ ആക്റ്റീവാണ്. ബിജു മാഷ് നമ്മുടെ ഒപ്പം ഉണ്ട്. മാഷേ, എങ്ങനെയുണ്ട്? നല്ല നിലയിൽ പോകുന്നുണ്ട്. നല്ല സംഘാടനമാണ്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. മാത്രമല്ല വിവിധ കമ്മിറ്റികൾ, സബ് കമ്മിറ്റികൾ എല്ലാവരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 6000-ഓളം വരുന്ന കുട്ടികൾക്കാണ് ഇന്ന് ആദ്യത്തെ ദിവസം. ഇന്നലെ തുടങ്ങിയിട്ടുണ്ടെന്നാലും ഇന്നലെ ആദ്യ ദിവസം എന്താണ് പ്രതികരണം? ആദ്യ ദിവസം നല്ല രീതിയിലുള്ള പങ്കാളിത്തം കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമായിട്ട് ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു ബൈറ്റ് തരുന്നതിലും. ഓക്കെ തന്നെ. ഓക്കെ ഓക്കെ. മാഷേ, ഇപ്പം ഭക്ഷണ പന്തലിലാണ് നമ്മളുള്ളത്. ഭക്ഷണം കഴിച്ചോ? എന്താ സ്ഥിതി? നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഭക്ഷണ പന്തൽ ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ. അവിടെ നമ്മളെ വളണ്ടിയേഴ്സും അധ്യാപകരെല്ലാവരും ചേർന്നുകൊണ്ട് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കുകളൊന്നും നിലവിൽ ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തിരക്ക് ഒഴിയുന്നതിനനുസൃതമായിട്ട് എല്ലാ കുട്ടികളും അവരെ എസ്കോർട്ട് ചെയ്യപ്പെടുന്ന അധ്യാപകരും അതേപോലെ തന്നെ രക്ഷിതാക്കളും ഇവിടേക്ക് വരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നീ മാഞ്ഞു പോയിടല് എന്നെ ഏകനാക്കിടല്, നീ മാഞ്ഞു പോയിടല് എന്നെ ഏകനാക്കിടല്, നിൻ പ്രിയനായി എന്നെന്നും ചേർക്കുമല്ലേ. പട്ടുടുത്ത് പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുട്ടുമാല കാത്തുവെച്ചതാക്കു വേണ്ടി. ഗൈസ്, അങ്ങനെ കോഴിക്കോട് ജില്ലാ കലാമേള കൊയിലാണ്ടിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഭക്ഷണപ്പന്തലിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. KSTA രുചികരമായ ഭക്ഷണപ്പന്തൽ. ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, ഇവിടെ പാർട്ടിസിപ്പൻസ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയി. അതിൻ്റെ കൂടെ ഗാനമേളയും നടക്കുന്നുണ്ട്. ഏതായാലും കൊയിലാണ്ടി അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവഛായയിലാക്കിയിരിക്കുകയാണ് ഈ കോഴിക്കോട് ജില്ലാ കലാമേള. നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ ട്രാൻസ്പോർട്ട് വളരെ ഗംഭീരമായിട്ട് പോവുകയാണ്. കലോത്സവത്തിന്റെ 1-ാം ദിവസം തന്നെ മുഴുവൻ കുട്ടികളെയും ഭക്ഷണശാലയിലെയും തിരിച്ചും വേദികളിലേക്കും അതുപോലെ തന്നെ വേദികളിൽ നിന്ന് വേദികളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മിറ്റി വളരെ സജ്ജമാണ്. 4 വലിയ വണ്ടികളും 12ഓളം ഓട്ടോറിക്ഷകളിലും മുഴുവൻ വിദ്യാർത്ഥികളെയും ഭക്ഷണശാലയിലേക്കും തിരിച്ചും എത്തിക്കും. ഇപ്പതാ ഇവിടെ ഭക്ഷണപ്പന്തലിൽ ഇവിടെ ഇപ്പോൾ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതാ ഭക്ഷണപ്പന്തൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയല്ലേ വേദിയിലേക്ക്?
ഓക്കെ